സോ BMSS, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, CRPC 1973 നിന്നും ആയതിനു ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 19 പേപ്പർ 19 2024 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓൾറെഡി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും BNS നോക്കിക്കഴിഞ്ഞു. ഇനി CRPC BNSS ആണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. What is first question 19 ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, ആൻസർ ദ ക്വസ്റ്റ്യൻ given below. Mr. Patel, being a police officer, receives a complaint and information that Raju was involved in a robbery of bank and has helped to hide the valuable properties in his farm as stated by two villagers. With this regard, consider the following. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ താഴത്തെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കും. അപ്പൊ എവിടെയാണ് സെക്ഷൻ 35 എടുക്കുക. When police officer may arrest without warrant എന്നുള്ള പ്രൊവിഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ എന്താണ് ആ പ്രൊവിഷനകത്ത് പറയുന്നത്? ചാപ്റ്റർ 5-ലാണ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നുള്ളത് പറയുന്നത്. ഇവിടെ പട്ടേൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു കംപ്ലൈന്റ് കിട്ടുന്നു. രാജു ഒരു ബാങ്ക് കൊള്ള നടത്തിയതിൽ ഇൻവോൾവ് ആണ്. ആൻഡ് ഹി ഹെൽപ്, അയാൾ സഹായിച്ചു. വാല്യുബിൾ പ്രോപ്പർട്ടീസ് അയാളുടെ ഫാമിൽ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഹെൽപ് ടു ഹൈഡ്. ആരാണ്? 2 വില്ലേജേഴ്സ് ആണ് ഇതിനെ കുറിച്ച് പരാതി കൊടുത്തത്. അപ്പൊ ഈ പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്യാമോ? രാജുവിനെ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാമല്ലോ കംപ്ലൈന്റ് കിട്ടിയാൽ. ആ പ്രൊവിഷൻ നോക്കിയേ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ പ്രൊവിഷൻ. ചാപ്റ്റർ 5 അറസ്റ്റ് ഓഫ് പേഴ്സൺസിനകത്താണ്, സെക്ഷൻ 5-നകത്താണ് തരുന്നത്. വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എനി പോലീസ് ഓഫീസർ, 35 ക്ലോസ് 1-ലാണ് പറയുന്നത് BNSS. Any police officer may, without an order from a magistrate, without a warrant, arrest any person. അപ്പൊ ഒരു പോലീസ് ഓഫീസറിന് മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. എപ്പോഴൊക്കെ? സെക്ഷൻ 35 ക്ലോസ് 1 സബ് ക്ലോസ് എയിലാണ് തരുന്നത്. ഹു കമ്മിറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പോലീസ് ഓഫീസർ എ കൊഗ്നൈസബിൾ ഒഫൻസ്. ഒരാള് ആ പോലീസ് ഓഫീസറിന്റെ പ്രസൻസിൽ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓർ എഗെയിൻസ്റ്റ് ഹൂം, ബിയിലാണ് പറയുന്നത്, എ റീസണബിൾ കംപ്ലൈന്റ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ഒരു റീസണബിൾ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലേ? ഓർ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ്, ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്. ഓർ എ റീസണബിൾ സസ്പീഷൻ എക്സിസ്റ്റ് ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് എ കൊഗ്നൈസബിൾ ഒഫൻസ്, അയാളെ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു സംശയം. വിത്ത് ഇംപ്രിസൺമെന്റ് എത്രയാണ്? 7 ഇയേഴ്സിൽ കുറയാത്ത പണിഷ്മെന്റ് ആണ്, ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ. ഇനി നെയിംലി, അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ following conditions are satisfied. Namely, police officer has reason to believe on the basis of such complaint, information or suspicion that such person has committed the said offense. The police officer is satisfied that such arrest is necessary. അദ്ദേഹത്തിന് തോന്നണം ഈ അറസ്റ്റ് ആവശ്യമാണ്. ഈ കംപ്ലൈന്റ് കിട്ടിയതിനു ശേഷം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു സംശയം തോന്നിയതിനു ശേഷം അദ്ദേഹത്തിന് തോന്നുവാണെങ്കിൽ he should be satisfied. വെറുതെ തോന്നിയാൽ പോലെ, he should be satisfied. ആ അറസ്റ്റ് വേണം. എന്തിന്? To prevent such person from committing any further offense. അദ്ദേഹം വീണ്ടും ഈ ഒഫൻഡർ വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ. അല്ലെങ്കിൽ ഫോർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ക്ലോസ് 2-നകത്താണ് തന്നിട്ടുള്ളത്. എയില് വീണ്ടും ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ. ടു പ്രിവെന്റ് സച്ച് പേഴ്സൺ ഫ്രം കോസിംഗ് എവിഡൻസ് ഓഫ് ദ ഒഫൻസ് ടു ഡിസപ്പിയർ ഓർ ടാമ്പറിംഗ്. അത് ആ എവിഡൻസ് ഇല്ലാതാക്കി കളയുക. ഓക്കെ, അടുത്ത് അല്ലെങ്കിൽ ക്ലോസ് ഡിയിലാണ് തരുന്നത്. ടു പ്രിവെന്റ് സച്ച് പേഴ്സൺ ഫ്രം മേക്കിംഗ് എനി ഇൻഡ്യൂസ്മെന്റ്, ത്രെറ്റ് ഓർ പ്രോമിസ് ടു എനി പേഴ്സൺ അക്വന്റഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് so as to dissuade him from disclosing such fact as to the court or to the police. അല്ലെങ്കിൽ ആ തെളിവ് ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുക, ത്രെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൊണ്ടുവന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ദ പോലീസ് ഓഫീസർ ഷാൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണം റീസൺ. അതേപോലെ എഗെയിൻസ്റ്റ് ഹൂം ക്രെഡിബിൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്ത ആള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൊഗ്നൈസബിൾ, ഇതിന് ഇംപ്രിസൺമെന്റ്. അപ്പൊ അതെല്ലാമാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മളിപ്പോ വായിച്ചതിൽ നിന്ന് ഏതൊക്കെ പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്? 1 സെക്കൻഡ്, എയും ബിയും വന്നിട്ടില്ലേ? 335-നകത്ത് എയും ഹു കമ്മിറ്റ്സ്, നമ്മുടെ ഇവിടെ എന്താണ് 35 ക്ലോസ് ബിയും 35 ക്ലോസ് ബിയും കവർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, 35(1) ക്ലോസ്
ബിയും 35 സബ്സെക്ഷൻ 1 ക്ലോസ് ഡിക്കകത്തും കവർ ചെയ്യുന്നുണ്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കൂ. രാജു ക്യാൻ ബി അറസ്റ്റഡ് ഓൺലി ഇഫ് ഹി കമ്മിറ്റ്സ് എ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മിസ്റ്റർ പട്ടേൽ. അല്ലല്ലോ, കോഗ്നൈസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 1 ക്യാൻസൽ ചെയ്തു. Since reasonable complaint against Raju has been received, there is a strong suspicion exists due to testimony of witness, he can be immediately arrested. Yes, 2 correct ആണല്ലോ. ഇൻഫർമേഷൻ കിട്ടി. രാജു can be arrested only when he tries to escape or run away. അല്ലല്ലോ, അത് ക്യാൻസൽ ചെയ്യാം. അടുത്ത രാജു ക്യാൻ ബി അറസ്റ്റഡ് സോ ആസ് ടു പ്രിവെന്റ് ഫ്രം മേക്കിംഗ്, അല്ല ഇൻഡ്യൂസ്മെന്റ് ചെയ്യുക, ത്രെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുക ഒരു പേഴ്സണിനെ വിത്ത് ഫാക്ട്സ് ആൻഡ് അക്വന്റഡ് വിത്ത് ഫാക്ട്സ്. ഇവിടെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ നമ്മുടെ 2ഉം 4ഉം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2 and 4. അടുത്ത് നോക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രൊവിഷൻസ് വായിക്കുക. അതിനാണ് ഞാൻ ഒരെണ്ണം പറഞ്ഞു തന്നത്. BNS introduced the provision of registration of FIR relating to the commission of cognizable offense, irrespective of the area where offense is committed. This FIR is known as, ഇതിനെ നമ്മൾ എന്ത് FIR എന്ന് വിളിക്കും? സീറോ FIR. ഈ സീറോ FIR എവിടെയാണ്? BNSS പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഞാൻ സ്റ്റഡി ഗൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഗൈഡ് വേണമെന്നുള്ളവർക്ക് താഴെ കമന്റ് ചെയ്യാം. BNSS introduced the concept of a zero FIR, which എന്താണ് ഇത് ഉദ്ദേശം എന്താണ്? which allows for registration of an FIR relating to cognizable offense at any police station. ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാം. കോഗ്നൈസബിൾ ഒഫൻസ് നടത്തിയിട്ട് ആ ഏരിയ, ആ ജോഗ്രഫിക്കൽ ഏരിയക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് എന്തിനാണ്? ഇറസ്പെക്റ്റീവ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ വേർ ഒഫൻസ് വാസ് കമ്മിറ്റഡ്. ഇത് എന്തിനാണ്? ദിസ് എൻഷ്യൂർസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വിത്തൗട്ട് ജൂറിസ്ഡിക്ഷണൽ ഡിലേസ്. നമുക്ക് ഡിലേ ഒന്നും വരാതെ, ജൂറിസ്ഡിക്ഷണൽ ഡിലേസ് ഒന്നും വരാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സീറോ FIR എന്നുള്ള പുതിയ സംഭവം BNSSൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സീറോ FIR പുതിയതായിട്ട് വന്നതാണ് BNSSൽ. നമ്മൾ നേരത്തെ BNS നോക്കിയപ്പോൾ സ്നാച്ചിങ് പുതിയതായിട്ട് വന്നതാണ്. BNSSൽ സീറോ FIR പുതിയതായിട്ട് വന്നതാണ്. ഏത് ഏരിയയിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻസ് അല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ഏരിയ. നമ്മൾ കോഗ്നൈസബിൾ ഒഫൻസ് എവിടെയെങ്കിലും കമ്മിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ എവിടെയാണോ ചെയ്യുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യാം, സീറോ FIR. അപ്പോ ഇതിനു മുൻപ് എന്താണ്? ആ ജൂറിസ്ഡിക്ഷണൽ ഏരിയ, പോലീസ്, അതൊക്കെ നോക്കും. ഇനി അടുത്ത BNSS mandates a forensic team to visit the crime scenes to collect evidence for offenses punishable with imprisonment for at least എത്ര വർഷത്തേക്കാണ്? 7 years. ഇവിടെ നമ്മൾ വായിക്കേണ്ട സെക്ഷൻ 176 ക്ലോസ് 3. 176നകത്ത് എന്താ പറയുന്നത് നോക്കിയേ. 176നകത്ത് പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആണ് പറയുന്നത്. ഇതിനെ കംപ്ലീറ്റ് വായിക്കുമ്പോഴത്തേക്കും ഈ വേർ ആക്ട് എടുക്കുക, 176 എടുക്കുക, അതിൽ if from 176(1) എടുക്കുക, if from information received or otherwise officer has reason to suspect commission of an offense, 175 പറയുന്ന പോലെ to investigate, he shall forward send a report. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ഫോറൻസിക് ടീം ക്രൈം വിസിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. അപ്പൊ ഇത് അത് 3യിലാണ് പറയുന്നത്. വിസിറ്റ് ദ ക്രൈം സീൻ ടു കളക്ട് ഫോറൻസിക് എവിഡൻസ്, അതായത് 176 ക്ലോസ് 3യിലാണ് പറയുന്നത്. On receipt of every information relating to commission of an offense which is made punishable for 7 years or more, അവിടെ ഫ്രണ്ടിൽ തന്നെ തന്നിട്ടുണ്ട് 7 years or more ആണെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യും? നോട്ടിഫൈ ചെയ്ത പ്രകാരം within a period of 5 years by state government in this regard cause the forensic expert to visit the crime scene to collect forensic evidence in the office and also force videography of process on the mobile phone or any electronic device. അപ്പൊ 7 years ആണ് വർഷം. ആ ബെയർ ആക്ട് എടുക്കുക, 176 എടുക്കുക, 3യിലേക്ക് പോകും. അപ്പൊ എന്താണ്? നമ്മൾ BNSSന്റെയും BNSന്റെ ആണെങ്കിലും രണ്ടിന്റെയും ബെയർ ആക്ട് പ്രൊവിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാലേ നിവർത്തിയുള്ളൂ. അപ്പൊ അതിന് വേണമെന്നുള്ള ഗൈഡ്സും അല്ലെങ്കിൽ ക്ലാസ്സസും അവൈലബിൾ ആണ്. താഴെ കമന്റ് ചെയ്താൽ മതി. Then which section of അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which section of BNSS allows for trials in absentia of proclaimed offenders? 356ലാണ് പറയുന്നത്. എന്താണ് ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡേഴ്സ് സമയത്ത് ഇല്ലെങ്കിൽ എവിടെ പോവാം? ഈ 356ലാണ് പറയുന്നത്. അവരില്ലെങ്കിൽ പോലും എങ്ങനെ ട്രയൽ നടത്തണം എന്നുള്ളത്. 356 എടുക്കുക, ബെയർ ആക്ട് എടുക്കുക, BNSS എടുക്കുക,
56 എടുക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുക. ഏത് പ്രൊവിഷൻ എടുക്കുമ്പോഴത്തേക്കും ഹെഡിങ് നോക്കുക. 356 ഇൻക്വയറി, ട്രയൽ ഓർ ജഡ്ജ്മെന്റ് ഇൻ ആബ്സെൻസ് ഓഫ് പ്രൊക്ലൈംഡ് ഒഫൻഡർ എന്ന് തന്നെ ഹെഡിങ് തന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിലേക്കൊന്നും വായിക്കണ്ട. സെക്ഷൻ ഓഫ് BNS അലൗസ് ഫോർ ട്രയൽ ഇൻ ആബ്സെൻസ് ഓഫ് പ്രൊക്ലൈംഡ് ഒഫൻഡേഴ്സ് എന്ന് ചോദിച്ചാൽ 356. ആ ഓപ്ഷൻ കറക്റ്റ് ചെയ്യുക. ഓപ്ഷൻ സി, സെക്ഷൻ 356. ഇനി വിച്ച് സെക്ഷൻ ഓഫ് BNSS facilitates trials and proceedings to be held in electronic media? 530. ഏതാണ് പ്രൊവിഷൻ? 530. 530 എടുക്കുക. 530 എടുത്തിട്ട് അതിന്റെ നോക്കുക, ഹെഡിങ് നോക്കുക. ട്രയൽ ആൻഡ് പ്രൊസീഡിങ്സ് ടു ബി ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് മോഡ്. ഹെഡിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ വേഗം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബെയർ ആക്ട് എടുക്കുക. ഈ സെക്ഷൻ വൈസ് എങ്ങനെയാണ് ട്രയൽ എവിടെയാണ്, അപ്പൊ അതിന്റെ ഓരോന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ട്രയൽ എവിടെ വരും, ജഡ്ജ്മെന്റ് എവിടെ വരും, എങ്ങനെയാണ് പ്രൊസീഡിങ്സ്, അപ്പൊ അതൊക്കെ ഒരുവിധം അറിയാമെങ്കിൽ ബെയർ ആക്ട് കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം നേരെ പ്രൊവിഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹെഡിങ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് IB 19 ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഒഴിവാക്കിയാൽ, കുറച്ച് പ്രോബ്ലംസും കുറച്ച് കേസ് ലോസും ഒഴിവാക്കിയാൽ അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. വിച്ച് സെക്ഷൻ ഓഫ് BNS facilitates trial and proceedings in electronic media എന്നുള്ളത് 530യുടെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. ട്രയൽ ആൻഡ് പ്രൊസീഡിങ്സ് ടു ബി ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് മോഡ് 530. അടുത്ത വിച്ച് സെക്ഷൻ ഓഫ് BNS repeals the code of CRPC 1973. 1973 റിപ്പീൽ ചെയ്യുന്നത് ഏതിലാണ്? 531ലാണ്. 531ല് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ റിപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞ് 531ന്റെ ഹെഡിങ്ങിനകത്ത് തന്നിട്ടുണ്ട്. കോഡ് ഓഫ് CRPC, that is Code of Criminal Procedure 1973, 2 of 1974 is hereby repealed എന്നുള്ളത് ഫസ്റ്റ് ആ ക്ലോസിൽ തന്നെ 531 ക്ലോസ് 1നകത്ത് തന്നെ തന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് തന്നു. അപ്പൊ അത് കൂടുതലൊന്നും വായിക്കുന്നത്. അപ്പൊ കയ്യിൽ ബെയർ ആക്ട് വെച്ചിരിക്കുക. 25th ക്വസ്റ്റ്യൻ വിഡ്രോൺ ആണ്. 26 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. Which section of BNSS mandates the appointment of a designated police officer in each district and police station to provide information about arrested individuals to general public? 37ലാണ് പറയുന്നത്. സെക്ഷൻ 37. അപ്പൊ ചാപ്റ്റർ 5നകത്താണ് അറസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. സെക്ഷൻ 37 എടുക്കുക. ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന ഹെഡിങ് സെക്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരു പോലീസ് കൺട്രോൾ റൂം കാണും എല്ലാ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ലെവലില്. ആ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SPക്ക് താഴാത്ത റാങ്കിൽ ഒരാൾ റെസ്പോൺസിബിൾ ആയിട്ട് നെയിമും അഡ്രസ്സും അവിടെ കാണും. അപ്പൊ ഇതാണ് സെക്ഷൻ 37ല് പറയുന്നത്. Which section of BNSS introduces the provision for identifying, attaching and fortifying the property of proclaimed offenders located outside India? സെക്ഷൻ 86ലാണ് പറയുന്നത്. സെക്ഷൻ 86 വായിച്ചു നോക്കുക. അടുത്ത് which section of BNSS places restrictions on adjournment of trials ensuring the expeditious resolution of cases? 346ലാണ്. 346നകത്താണ് ട്രയൽ അഡ്ജൻ. അപ്പൊ ട്രയൽ അതൊക്കെ വരുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പൊ 346 ഏകദേശം 346ലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്ത് വേണം? ബെയർ ആക്ട് നന്നായിട്ട് പവർ ടു പോസ്റ്റ്പോൺ ഓർ അഡ്ജേൺ ദ പ്രൊസീഡിങ്സ് എന്നാണ് ഹെഡിങ് തന്നിട്ടുള്ളത്. അതിന്റെ താഴോട്ട് ക്ലോസ് 1 മുതൽ എങ്ങനെയാണ് ട്രയൽ നീണ്ടു പോകുന്നത്, എങ്ങനെയൊക്കെ മാറ്റി വെക്കുന്നു, ഓരോന്നോരോന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ 346ലാണ് ട്രയൽ അഡ്ജേൺ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ BNSS എന്താണ്? ബെയർ ആക്ട് നന്നായി വായിച്ചാൽ മാത്രമേ എന്ത് എഴുതാൻ പറ്റുള്ളൂ എക്സാം. അപ്പൊ എക്സാമിന് മുന്നേ ഒന്ന് ബെയർ ആക്ട് വായിച്ചുകൊണ്ട് പോവുക. അപ്പൊ അതല്ലാതെ ഷോർട്ട് ക്ലാസ് വേണമെങ്കിൽ എന്താണ് BNSSനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്നുണ്ട്. 39 ചാപ്റ്റേഴ്സ് ഉണ്ട്, 531 സെക്ഷൻസ് എത്രയുണ്ട്? 531. അതിനെ തന്നെ നമുക്ക് കോഡിനെ ഡിവൈഡ് ചെയ്യാം. ഹൈക്കോർട്ട്, സെഷൻസ് കോർട്ട്, സെക്ഷൻ 6ലാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്യൂസ്ഡിനെ നമുക്ക് അക്യൂസ്ഡ് നമ്മൾ വിളിക്കുന്നത് വിക്ടിം ആണെന്നാണ്. അത് സിംഗിൾ ഇൻഡിവിജ്വൽ വിക്ടിം ഉണ്ട്, പബ്ലിക് വിക്ടിം ഉണ്ട്. ഈ വിക്ടിംസിനെല്ലാം എന്തുണ്ട്? റിലേറ്റീവ്സ് ഉണ്ട്. അതേപോലെ പോലീസിന് എന്താണ്? FIR, പോലീസിന്റെ കാര്യം, FIRന്റെ കാര്യം, കൊഗ്നൈസബിൾ ഒഫൻസിന്റെ കാര്യം. ഇപ്പൊ നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യൻ തന്നെ, പോലീസ് എന്താണ്? പോലീസ് കമ്മീഷണർ കാണും, DIG കാണും, DSP കാണും, സീനിയർ പോലീസ് ഓഫീസർ കാണും, ഓഫീസർ ഇൻചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ കാണും, കോൺസ്റ്റബിൾ കാണും, ASI കാണും. അങ്ങനെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്യാം.
പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാല് സെക്ഷൻ വൈസ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. അതായത് VNSന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ചാർട്ട് അതിനകത്ത് 1 to 5, സെക്കൻഡ് പാർട്ടിനകത്ത് 6 to 20, തേർഡ് പാർട്ടിനകത്ത് 25 to 29, എന്നിട്ട് എന്താണ് CRPCയുടെ സെക്ഷൻസ് ചെയ്ത് ഇങ്ങനെ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എഴുതി പഠിക്കുക. എഴുതി പഠിക്കുന്നവർക്ക് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് അങ്ങനെ നടത്താം. അല്ലെങ്കിൽ എന്താണ് പ്രീ ട്രയൽ സ്റ്റേജ്, ബിഫോർ ട്രയൽ എന്നുള്ളത്, ആഫ്റ്റർ ട്രയൽ, എന്നിട്ട് ചാപ്റ്റർ വൈസ് സെക്ഷൻസ് അതിന്റെ താഴെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ VNS പഠിച്ചാൽ എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ യൂസ്ഫുൾ ആയിരിക്കും, എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട്, ഗൈഡ് ഉണ്ട്, യു ക്യാൻ അപ്രോച്ച്